ബോക്സിംഗ് ഇതിഹാസമായ മുഹമ്മദ് അലി അന്തരിച്ചു. വിവരങ്ങളുമായി സുരരാജ് തത്സമയം ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്നുണ്ട്. സുരരാജ്, എപ്പോഴായിരുന്നു അന്ത്യം? വിവരങ്ങൾ. സൗമ്യ, ഏറെ നാളായി പാർക്കിൻസൺ അസുഖത്തെ തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ലോസ് ആഞ്ചലസിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത്. അസുഖബാധിതനായ അദ്ദേഹം കുറെ കാലമായി തൻ്റെ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. മുഹമ്മദ് അലി അഥവാ കാഷ്യസ് ക്ലേ എന്ന ബോക്സിംഗ് താരം ലോക ശ്രദ്ധ നേടിയത് അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അധിനിവേശത്തിനെതിരെയും വർണ്ണവിവേചനത്തിനെതിരെയുമുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായാണ്. അദ്ദേഹം ലോകത്തിൽ അത്രയേറെ വലിയ പോരാട്ടങ്ങൾ കാഴ്ചവെച്ച മറ്റൊരു കായിക താരം ഉണ്ട് എന്ന് കരുതാൻ കഴിയില്ല. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ അമേരിക്കയുടെ പോലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന, വർണ്ണവിവേചനത്തിനെതിരെയും അധിനിവേശത്തിനെതിരെയും പോരാടി ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കായിക താരം, ഒരു ഒളിമ്പ്യൻ എന്ന നിലയിൽ കൂടിയാണ് മുഹമ്മദ് അലി ശ്രദ്ധേയനാവുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അമേരിക്കയിലെ കെൻറ്റക്കിയിലുള്ള ലൂയിസ് വില്ലയിൽ 1942 ജനുവരി 17 അദ്ദേഹം ജനിച്ചത്. കാഷ്യസ് ക്ലേ എന്നാണ്, കാഷ്യസ് മാർസസ് ക്ലേ ജൂനിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ഇസ്ലാം മതം സ്വീകരിച്ചതിനെ തുടർന്ന് 1964 പേര് അദ്ദേഹം മുഹമ്മദ് അലി എന്ന് ആക്കിയത്. കാഷ്യസ് ക്ലേ മാർസലസ് ക്ലേ സീനിയർ എന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. പരസ്യ ബോർഡ് എഴുത്തുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ഒഡേസ ഗ്രേഡി ക്ലേ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാവ്. ക്ലേയുടെ കുട്ടിക്കാലത്ത് അമേരിക്കയിൽ വർണ്ണവിവേചനം കൊടികുത്തി വാഴുന്ന, വർണ്ണവിവേചനം വളരെ രൂക്ഷമായിരുന്നു. കറുത്തവർക്കും വെളുത്തവർക്കും വെവ്വേറെ ഹോട്ടലുകൾ, പാർക്കുകൾ, പള്ളികൾ തുടങ്ങി ദൈനംദിന ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അസമത്വം കൊടികുത്തി വാണ ഒരു കാലഘട്ടത്തിലാണ് കാഷ്യസ് ക്ലേ അദ്ദേഹത്തിൻ്റെ കായിക ജീവിതം തുടങ്ങുന്നത്. വെള്ളക്കാർക്ക് മാത്രം എന്നെഴുതിയ ബോർഡുകൾ എല്ലായിടത്തും കാണാവുന്ന ഒരു സാഹചര്യവും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നു. 12 വയസ്സുള്ള ക്ലേ, അദ്ദേഹം ബോക്സിംഗ് രംഗത്തേക്ക് എത്തുന്നത് യാദൃച്ഛികമായാണ്. ആ കഥ ഇങ്ങനെയാണ് നമുക്ക് വിവരിക്കാൻ കഴിയുക. 12 വയസ്സുള്ള ക്ലേ തൻ്റെ സൈക്കിളിൽ സുഹൃത്തുമൊന്നിച്ച് കൊളംബിയയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ലൂയിസ് വില്ലി ഹോം ഷോ എന്ന പ്രദർശനം കാണാൻ പുറപ്പെടുകയാണ്. അങ്ങനെ പ്രദർശന ഹാളിൽ കറങ്ങി നടന്ന് പുറത്തെത്തിയപ്പോൾ ക്ലേയുടെ സൈക്കിൾ കാണാതെ പോയി. ഒരു പോലീസുകാരനായ ജോ മാർട്ടിൻ അവിടെ അടുത്തുള്ള ജിംനേഷ്യത്തിൽ ബോക്സിംഗ് പരിശീലിക്കുന്നു എന്ന ഒരു കാഴ്ച അവർക്ക് കാണാൻ കഴിഞ്ഞു. ആരോ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ക്ലേ പരാതിയുമായി മാർട്ടിനെ സമീപിച്ചു. ക്ലേയുടെ കാണാതെ പോയ സൈക്കിൾ മാർട്ടിന് പക്ഷേ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ജിംനേഷ്യത്തിൽ ചേർന്ന് ബോക്സിംഗ് പരിശീലിക്കാൻ മാർട്ടിൻ ക്ലേയെ പ്രേരിപ്പിച്ചു. ക്ലേ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പരിശീലനം തുടങ്ങിയ ക്ലേ താമസിയാതെ തൻ്റെ ലോകം ബോക്സിങ്ങിലാണെന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടായത്. പരിശീലനം ആരംഭിച്ച 6 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്ലേ ബോക്സിംഗ് റിംഗിൽ തൻ്റെ ആദ്യ ജയം നേടുകയും ഉണ്ടായി. പിന്നീട് തൻ്റെ മുഴുവൻ സമയവും ഊർജ്ജവും ക്ലേ ബോക്സിങ്ങിനായി മാറ്റിവെക്കുകയായിരുന്നു. 18 വയസ്സായപ്പോഴേക്കും അദ്ദേഹം 108 അമച്വർ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തു കഴിഞ്ഞിരുന്നു. കെൻറ്റുക്കി ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് കിരീടം 6 തവണയും നാഷണൽ ഗോൾഡൻ ഗ്ലൗസ് ടൂർണമെൻറ്റ് കിരീടം 2 തവണയും അദ്ദേഹം നേടുകയും ചെയ്തു. 1960 കാഷ്യസ് ക്ലേ റോം ഒളിമ്പിക്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒളിമ്പിക്സിൽ എതിരാളികളെ നിലംപരിശാക്കി ക്ലേ അനായാസം ഫൈനലിൽ എത്തുകയും ചെയ്തു. 3 തവണ യൂറോപ്യൻ ചാമ്പ്യനും 1956 ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവുമായ സിഗ്ന്യു പിയാട്രിഗോസ്ക്വി ആയിരുന്നു ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ എതിരാളി. എങ്കിലും 3ാമത്തെ റൗണ്ടിൽ തന്നെ ക്ലേ വിജയിച്ച ഒരു ചരിത്രവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പോരാട്ടം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധിനിവേശത്തിനെതിരെയും വർണ്ണവിവേചനത്തിനെതിരെയുമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടമാണ് കാഷ്യസ് ക്ലേ എന്ന അദ്ദേഹത്തെ മുഹമ്മദ് അലി എന്ന വലിയ താരത്തിലേക്ക്, വലിയ രാഷ്ട്രീയക്കാരനിലേക്ക് ഉയർത്തിയത്. വെള്ളക്കാർക്ക് മാത്രമെന്ന് രേഖപ്പെടുത്തിയ റെസ്റ്റോറൻറ്റിൽ മുഹമ്മദ് അലിക്ക് സേവനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ഒളിമ്പിക് ഗോൾഡ് മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ വലിയ ചരിത്രവും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ലോകത്തിന് മുന്നിലുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയാത്ത ഭരണകൂടത്തോടുള്ള സുരരാജ് തിരികെ എത്താം. ഇപ്പോൾ ശ്രീ ദേവദാസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ദേവദാസ്, ഒരുപക്ഷെ മുഹമ്മദ് അലി എന്ന വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ബോക്സിംഗ് റിംഗിലെ പാടവം എന്നതിന് ഒപ്പം തന്നെ ഒരുപക്ഷെ അതിനപ്പുറത്തേക്കൊക്കെയും ഓർമ്മിക്കപ്പെടുന്നത് സ്വാഭാവികമായും അമേരിക്കയിൽ നിന്നിട്ടുള്ള വലിയ വർണ്ണവിവേചനത്തിനെതിരെ പല രീതിയിൽ പോരാടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും ഇത്തരം വിഷയങ്ങളിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇപ്പോഴത്തെ ഈ ഒരു വിയോഗം, അതൊക്കെ എങ്ങനെയായിരിക്കും ഓർമ്മിക്കപ്പെടുക?
ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന വെറും ഒരു ബോക്സർ മാത്രമല്ല, ബോക്സിങ്ങും മനുഷ്യാവകാശവും കൂടിക്കലർത്തിയ ഒരു മനുഷ്യാവകാശത്തിന്റെ ഉന്നതിയിലെത്തിയ ഒരു സ്പോർട്സ്മാനും കൂടിയാണ്. സ്പോർട്സ്മാൻ എങ്ങനെ മനുഷ്യാവകാശ പ്രവർത്തകനാകാം, സ്പോർട്സിലെ കൂടി മനുഷ്യന്റെ അവകാശവും റേഷ്യൽ ഡിസ്ക്രിമിനേഷനും എല്ലാം ഇതാക്കിയിട്ട് വന്ന ഒരു ബോക്സറാണ് മുഹമ്മദ് അലി. ഒന്ന് പറയാനെങ്കിൽ ബോക്സിംഗ് ശൈലി അവിടെ മാറ്റി വെക്കാം. ഞങ്ങൾക്ക് മുഹമ്മദ് അലി എങ്ങനെ വന്നെന്ന് നോക്കാം. ഒളിമ്പിക് ചാമ്പ്യനായി 60 റോം ഒളിമ്പിക് ചാമ്പ്യനായി വന്ന മുഹമ്മദ് അലി സണ്ണി ലിസ്റ്റനെ ഇടിച്ചിട്ട് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് 24-ാം വയസ്സിൽ അമേരിക്കൻ ഗവൺമെന്റ് മുഹമ്മദ് അലിയെ ബാൻ ചെയ്യുന്നത്. എന്താ റീസൺ? വിയറ്റ്നാമിലേക്ക് യുദ്ധത്തിന് പോവാൻ നിർബന്ധ സൈനിക സേവനത്തിന് മുഹമ്മദ് അലിയെ പോകണം എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് അലി പറഞ്ഞു, ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് വിയറ്റ് കോങ്. അതാണ് ഒരു ഫേമസ് വേർഡ്. വിയറ്റ്നാമിന്റെ ജനങ്ങളായിട്ട് എനക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം സൈനിക സേവനം നടത്താത്തതിന് അന്നത്തെ ഗവൺമെന്റ് ഈ ഒളിമ്പിക് മെഡലും പിൻവലിച്ചു. ഹെവി വെയിറ്റിൽ മത്സരിക്കാൻ പറ്റാണ്ട് 5 കൊല്ലത്തേക്ക് മാറ്റി നിർത്തി, അതും ഒരു പീക്കിൽ. എന്നിട്ടാണ് 70s തിരിച്ചു വന്നിട്ട് ഫോർമാനും ഫ്രേസറും ബാറ്റിൽ ഓഫ് സയർ എന്ന് പറഞ്ഞ ഫിലിപ്പീൻസിലും പിന്നെ റംബിൾ ഇൻ ദ ജംഗിൾ ആഫ്രിക്കയിലും. അതാണ് ലോകത്തിൽ ഇനി അങ്ങനത്തെ ഒരു ബാറ്റിൽ ഉണ്ടാവില്ല. ക്രൗഡ് 50,000 ക്രൗഡിന്റെ മുമ്പിലാണ് ഫോർമാനെ ഇടിച്ചിട്ട് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചു വന്നു. പിന്നെ 38-ാം വയസ്സിൽ ഓൾഡസ്റ്റ് ഹെവി വെയിറ്റ് ചാമ്പ്യനായി. പിന്നെ ലാറി ഹോംസാണ് അത് തകർത്തത്. പക്ഷേ അപ്പോഴേക്കും വർണ്ണവര് അമേരിക്കയിൽ ഇന്ന് കാണുന്ന സമത്വത്തിന്റെ ഒരു ലാഞ്ചനയെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് അലിന്റെ ഒറ്റൊരു ഒരു ബാറ്റിലാണ്. അതാണ് മറ്റേ പറഞ്ഞത്, വെറും ഒരു സ്പോർട്സ്മാൻ അല്ല മുഹമ്മദ് അലി. മുഹമ്മദ് അലി ഇടിച്ചിടുന്നത് ഓരോ റാളിയും ഒപ്പോണൻസും ആ മനുഷ്യാവകാശത്തിനെതിരെയുള്ള ഇടിയും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് അലി എപ്പോഴും പറയുന്നത്, ഞാനൊരു വെറും സ്പോർട്സ്മാൻ അല്ല. ഒരു മുസ്ലിം ഓർഗനൈസേഷനിൽ പോയി കൃത്യമായി മുസ്ലിം ഇത് ഫോളോ ചെയ്ത് അതിനെയെല്ലാം കൃത്യതയോടെയും വന്നപ്പോഴും മുസ്ലിം തീവ്ര സ്വഭാവമുള്ള മുസ്ലിംസ് മുഹമ്മദ് അലിനെ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, അല്ല, ഇത് സമത്വത്തിന്റെ ലോകമാണ്. അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അതാണ് ബാറ്റിലിൽ ബോക്സിംഗ് ശൈലിയിൽ തന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്, ഫ്ലോട്ടഡ് ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിംഗ് ലൈക്ക് എ ബീ. അതാണ് മുഹമ്മദ് അലി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ റോപ്പ് എ ഡോപ്പ് ട്രിക്ക് എന്ന് പറയും. ഇതില് എതിരാളിയെ തളർത്തി എന്നിട്ട് ശേഷം മാത്രം പഞ്ച് ചെയ്ത സ്റ്റൈലായിരുന്നു മുഹമ്മദ് അലി. അതുകൊണ്ടാണ് 1,00,000-ലേറെ ഈ ഹെവി വെയിറ്റ് ഇടികൾ തട്ടിക്കൊണ്ടാണ് 42-ാം വയസ്സിൽ തന്നെ മുഹമ്മദ് അലിക്ക് പാർക്കിൻസൺ ഡിസീസ് വന്നത്. എന്താ പറയുക, ഏറ്റവും വലിയ ഇടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ട്രക്കിനെ പോലത്തെ ഇടി എന്നാ ഫോർമാന്റെ പറയാ, ഫ്രേസറിൽ. ആ ഇടികൾ തലക്ക് കൊണ്ട് അവരെ ക്ഷീണിപ്പിച്ചിട്ട് ബാറ്റിൽ ഔട്ടാക്കിയ ഒരു മുഹമ്മദ് അലി വെറും ഒരു നഷ്ടമല്ല, മനുഷ്യ കുലത്തിന് തന്നെ നഷ്ടം. അതുകൊണ്ടാണ് ഇറാഖിലേക്ക് സദാം ഹുസൈൻ അമേരിക്ക അറ്റാക്ക് ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഇറാഖിൽ വന്ന ഒരു സ്പോർട്സ്മാൻ മുഹമ്മദ് അലിയാണ്. സദാം ഹുസൈനെ കെട്ടിപ്പിടിച്ച് ഞാൻ എന്റെ കൂടെ, അമേരിക്ക പറഞ്ഞു പോകരുത്, എന്നാലും മുഹമ്മദ് അലി അവിടെ എത്തിയിരിക്കുന്നു. ഇത് ഇതിനുള്ള തെറ്റായ ബാറ്റിലാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരേ ഒരാൾ ഇവിടെ കോഴിക്കോട് വരെ എത്തിയതായിരുന്നു മുഹമ്മദ് അലി. മുഹമ്മദ് അലി എപ്പോഴും മനുഷ്യന്റെ പക്ഷത്തായിരുന്നു എപ്പോഴും. അതാണ് വേറൊരു സ്പോർട്സ്മാനും. അത് ഹെവി വെയിറ്റ് എന്ന് പറഞ്ഞാൽ മൃഗതുല്യമായ ഇടികളുടെ ഒരു ബാറ്റിലുള്ള സ്പോർട്സിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറ്റി സ്പോർട്സിനെ ഇങ്ങനെ എടുത്ത്. അതുകൊണ്ടാണ് ഇപ്പൊ കണ്ണൂരുള്ള ആൾക്കാരായ ഞങ്ങൾക്ക് പോലും മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇന്നത്തെ ഒരു ഹെവി വെയിറ്റ് ബോക്സറെ പറ്റിയിട്ട് ജോഷോ മുഹമ്മദ് ഇതിനെ പറ്റിയിട്ടൊന്നും ആർക്കും അറിയില്ല. ആരാണ് ഹെവി വെയിറ്റ് എന്ന് അറിയില്ല. ആ 70s ഗോൾഡൻ ഇയറയിലുള്ള ഫോർമാൻ, ഫ്രേസർ, ബാറ്റിൽ, അതെല്ലാം പറഞ്ഞാൽ ഗോൾഡൻ ലെറ്റേഴ്സിലാണ്. മുഹമ്മദ് അലി ഒരു ലെജൻഡ് മാത്രമല്ല, അതുകൊണ്ടാണ് 96 അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ അമേരിക്ക ആ തെറ്റ് തിരുത്തി മുഹമ്മദ് അലി ആയിരുന്നു അന്നത്തെ ദീപശിഖ തെളിച്ചത്. എന്നിട്ട് ആ ഒളിമ്പിക് ഗോൾഡ് മെഡലും ഹെവി വെയിറ്റ് മെഡൽസ് എല്ലാം എടുത്തതെല്ലാം തിരിച്ചു കൊടുക്കേണ്ട നാണം കെട്ട അവസ്ഥയിൽ അമേരിക്കനെ എത്തിക്കുകയും ചെയ്തു. മുഹമ്മദ് അലിയോട് തെറ്റ് തിരുത്തി അവർ. അതാണ് ഈ റേഷ്യൽ ലൈൻസിന്റെ എതിരെയും അത് ഇന്നൊന്നും പറഞ്ഞാൽ തിരിയില്ല. ആ 70s ഇപ്പോൾ ആ റേഷ്യലുണ്ട്. പക്ഷെ എന്നാലും മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു മഹാനായ സ്പോർട്സ്മാൻ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ്. ശ്രീ എം എ ബേബി കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ എം എ ബേബി, ഒരു ബോക്സർ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ജീവിതം ചെന്നെത്തി വലിയൊരു ഉദാഹരണമായി, അല്ലെ വലിയൊരു മാതൃകയായി ലോകത്തിന് മുൻപിൽ എത്തി നിൽക്കുന്ന സാഹചര്യം അത്
ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. ശ്രീ മുഹമ്മദ് അലിയെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വിയോഗത്തിന്റെ സമയത്ത് സ്മരിച്ചാൽ ശ്രീ ബേബി. ലോകത്തെ എക്കാലത്തെയും ഏറ്റവും അപൂർവ പ്രതിഭകളായ കായിക താരങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് അലി എന്ന കാഷ്യസ് ക്ലേ. കഴിഞ്ഞ ദിവസമാണ് ദ ഹിന്ദുവിൽ കായിക വിശകലനം നടത്തുന്ന പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ നിർമ്മൽ ശേഖർ കായിക രംഗത്തെ ജീനിയസുകളെ കുറിച്ചുള്ള ഒരു ലേഖനം എഴുതിയത് വായിച്ചിരുന്നു 2 ദിവസം മുമ്പ്. അതിൽ റോജർ ഫെഡററെ ഒക്കെ ഒപ്പം കാഷ്യസ് ക്ലേയെയും മുഹമ്മദ് അലിയെയും അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് ഒരു കായിക പ്രതിഭയ്ക്ക് വേണ്ട ഒരു കഴിവാണ്. സെൽഫ് ബിലീഫ് എന്ന് പറയുന്നത് തന്നിൽ തന്നെയുള്ള വിശ്വാസം, ആത്മവിശ്വാസവും തന്നിൽ തന്നെയുള്ള വിശ്വാസവും രണ്ടിനെയും അദ്ദേഹം വേർതിരിക്കുന്നു. ഇംഗ്ലീഷിൽ സെൽഫ് ബിലീഫ് എന്നും സെൽഫ് കോൺഫിഡൻസ് എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. എന്തായാലും ബോക്സിംഗ് റിംഗിൽ ചിത്രശലഭത്തെ പോലെ പറക്കുകയും തേനീച്ചയെ പോലെ കുത്തുകയും ചെയ്ത മഹാപ്രതിഭ എന്നാണ് മുഹമ്മദ് അലി വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 1985 ബെയ്ജിങ്ങിൽ ഒരു യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത വേളയിൽ അവിടുത്തെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് വളരെ യാദൃച്ഛികമായി ഇദ്ദേഹത്തെ നേരിൽ കണ്ട രംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. വളരെ എക്സൈറ്റഡ് ആയി പോയി ഞങ്ങളെല്ലാം. ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽപ്പെട്ട ബംഗാളിൽ നിന്നുള്ള റോബിൻ ദേവും ആന്ധ്രയിൽ നിന്നുള്ള ശ്രീനിവാസ റാവുവും കേരളത്തിൽ നിന്ന് CP ജോണും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ജോണിന്റെ വലിയൊരു ആഗ്രഹം കാഷ്യസ് അടുത്തേക്ക് ഞാൻ ചെന്ന് നിൽക്കാം, എന്റെ ഒരു ഫോട്ടോ പിടിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ചുറ്റും വലിയൊരു അംഗരക്ഷകന്മാരുടെ ഒരു നിരയുണ്ടായിരുന്നു. 10-12 അംഗരക്ഷകന്മാർക്ക് നടുവിലാണ് ഈ മുഹമ്മദ് അലി അവിടെ കൂടെ കടന്നു വന്നത്. ഒരു മിന്നൽ പോലെ അദ്ദേഹം എല്ലാവരെയും കൈവീശി അഭിവാദ്യം ചെയ്തിട്ട് കടന്നുപോയി. 2 കാര്യങ്ങൾ കൂടി ഞാൻ ഓർക്കുകയാണ്. ഒന്ന്, അദ്ദേഹം അമേരിക്കയിലെ വംശീയ വിദ്വേഷത്തിനെതിരായുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നൽകിയ സംഭാവനയാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അവിടുത്തെ വർണ്ണവെറിയന്മാർ വേട്ടയാടുകയുണ്ടായി. കൂക്ലക്സ് ക്ലാൻ പോലെയുള്ള അർദ്ധഫാസിസ്റ്റ് ഭീകര സംഘടനകൾ അമേരിക്കയിൽ അന്ന് വളരെ സജീവമായിരുന്നു. ഇപ്പൊ കുറച്ച് ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. യുദ്ധവിരുദ്ധ സമാധാന പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ജോ ഫ്രേസറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഏറ്റുമുട്ടൽ കായിക ചരിത്രത്തിലെ തന്നെ ഒരു ഐതിഹാസിക ഏടാണ്. മുഹമ്മദ് അലിയെ പോലെ തന്നെ പ്രസിദ്ധനാകുമായിരുന്ന മറ്റൊരു കായിക താരമുണ്ട് ബോക്സിംഗ് റിംഗിൽ. അദ്ദേഹം ക്യൂബക്കാരനായിട്ടുള്ള തിയോഫിലിസ് സ്റ്റീഫൻസൺ ആണ്. തിയോഫിലിസ് സ്റ്റീഫൻസൺ 3 ഒളിമ്പിക്സുകളിൽ ബോക്സിങ്ങിനുള്ള സ്വർണ്ണ മെഡൽ നേടിയ ആളാണ്. അതിന്റെ പ്രാധാന്യം നമ്മൾ ഓർക്കണം. 4 വർഷത്തിലൊരിക്കലാണ് ഒളിമ്പിക്സ്. അപ്പൊ 3 ഒളിമ്പിക്സ് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ 12 വർഷത്തെ ഇടവേളകളാണ്. ആ 12 വർഷത്തെ ഇടവേളകളിൽ 3 ഒളിമ്പിക്സിലും സ്വന്തം കായികക്ഷമത നിലനിർത്തിക്കൊണ്ട് സ്വർണ്ണ മെഡൽ നേടാൻ കഴിഞ്ഞ ഒരു കായിക താരമുണ്ട്, ക്യൂബയുടെ തിയോഫിലിസ് സ്റ്റീഫൻസൺ. കാഷ്യസ് ക്ലേയുടെ മുഹമ്മദ് അലിയുടെ സുഹൃത്തായിരുന്നു. പക്ഷേ വലിയ തുക കിട്ടുന്ന തരത്തിൽ പ്രൊഫഷണൽ കായിക താരമാകാൻ തിയോഫിലിസ് സ്റ്റീഫൻസണിനെ പ്രലോഭിപ്പിച്ചിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. ഇവര് തമ്മിലുള്ള ഒരു മത്സരമാണ്. തിയോഫിലിസ് സ്റ്റീഫൻസണും മുഹമ്മദ് അലിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു എന്റെ സ്വപ്നം, ഒരുപാട് കായിക പ്രേമികളുടെ സ്വപ്നം. പക്ഷേ അതൊരിക്കലും നടക്കുകയുണ്ടായില്ല. അതുല്യനായ കാഷ്യസ് ക്ലേയുടെ മുഹമ്മദ് അലിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഒരുപക്ഷെ ശ്രീ എം എ ബേബി, ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എങ്ങനെയാണ് സമൂഹത്തിലുള്ള അപജയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് കാലങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ അതുപോലെ തന്നെ അതേ ഉത്തരവാദിത്തം തന്നെയാണ് ഒരു കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും ഉള്ളത് എന്ന് തെളിയിക്കുന്നത് കൂടി ആയിരുന്നില്ലേ മുഹമ്മദ് അലിയുടെ ജീവിതം? പ്രത്യേകിച്ച് 24-ാമത്തെ വയസ്സിൽ അമേരിക്കയെ പോലെയുള്ള വലിയൊരു സാമ്രാജ്യ ശക്തിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുക, വിയറ്റ്നാം യുദ്ധത്തിന് പങ്കെടുക്കാതിരിക്കുക, അതിൽ ബാൻ നേരിടുക, പിന്നീട് അമേരിക്കയ്ക്ക് തന്നെ ആ ഒരു നിലപാട് തിരുത്തേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുക. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം, അതായത് അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹം ഒരു ഭാഗത്ത് നടത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ ബോക്സിംഗ് റിംഗിലെ പ്രകടനത്തിൽ കൂടിയായിരുന്നു. ആ വിധത്തിൽ കൂടി നോക്കിയാൽ
അതെ, ഈ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അദ്ദേഹം ഒരു കായിക പ്രതിഭ എന്നതിനപ്പുറം ഒരു കായിക താരം, ലോകത്ത് വലിയൊരു ആരാധക വൃന്ദമുള്ള ഒരു കായിക താരം സമൂഹത്തോടും ചില ഉത്തരവാദിത്വങ്ങൾ കാണിക്കേണ്ടതുണ്ട്, രാഷ്ട്രീയമായും ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. ആ നിലപാടിന്റെ ഭാഗമായി പുതിയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് കറുത്ത വർഗക്കാരായ ചെറുപ്പക്കാരെ നമ്മൾക്ക് ഈ സമൂഹത്തിൽ തുല്യ അവകാശമുണ്ട് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് വംശീയ വേർതിരിവുകൾക്കെതിരായിട്ടുള്ള വളരെ പരസ്യവും ധീരവുമായ നിലപാടിനൊപ്പം അമേരിക്കയുടെ ലോക മേധാവിത്വ ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള കുറച്ച് നിലപാട്. യുദ്ധത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടാതിരിക്കാൻ അദ്ദേഹം തയ്യാറായി. വിയറ്റ്നാമിൽ അമേരിക്ക പോയി നടത്തുന്ന ഇടപെടൽ യുദ്ധം ഒട്ടും ന്യായീകരിക്കാവുന്നതല്ല, നീതീകരിക്കാവുന്നതല്ല എന്ന പരസ്യമായ നിലപാട് അദ്ദേഹം എടുത്തു. അതിന്റെ പേരിൽ കേസിൽ പെടാനും ജയിൽ പോകാനും താൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോ സമൂഹത്തിൽ ഏതു മേഖലയിലും മികവാർജിക്കുന്ന ഒരു വ്യക്തി തന്റെ മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, താൻ ജീവിക്കുന്ന സമൂഹത്തിലെ സംഭവവികാസങ്ങൾ മനസ്സിലാക്കണം, അതിനോട് സർഗാത്മകമായി പ്രതികരിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് ജീവിതം കൊണ്ട് ലോകത്തിന് പുതിയ തലമുറയ്ക്ക് കാട്ടിക്കൊടുത്ത വ്യക്തി എന്നുള്ള നിലയിലും മുഹമ്മദ് അലി എന്നുമൊന്ന് ഓർമ്മിക്കപ്പെടും. ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഇത്തരം വിവേചനങ്ങൾക്കെതിരായ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളായി മാറുന്ന സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലയളവുകളിൽ ഉണ്ടായിട്ടുണ്ട്, ഈ സമീപ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈ മുഹമ്മദ് അലിയുടെ ഈ ഒരു നിലപാടുകളൊക്കെ ഇത്തരം പോരാട്ടങ്ങൾക്ക് എത്രത്തോളം കരുത്തു പകരും? ഒരു സംശയവുമില്ല, അമേരിക്കൻ സമൂഹം കറുത്ത വർഗക്കാരനായ ബാരക് ഒബാമയെ പോലുള്ള ഒരാൾ പ്രസിഡന്റായി വന്നതിന് ശേഷവും വംശീയമായ വിദ്വേഷം കട്ട പിടിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ്. കറുത്ത വർഗക്കാർക്കെതിരായിട്ട് മാത്രമല്ല, പിന്നെ തൗട്ട് നിറക്കാർക്കെതിരായിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ വെളുപ്പുള്ളവർ വന്നാൽ പോലും അവരെ പിന്നെ യൂറോപ്പിൽ നിന്നുള്ള തനി ആര്യരക്തം എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അങ്ങനെ ഉള്ള വെളുമ്പന്മാരുമായി താരതമ്യപ്പെടുത്തിയിട്ട് ഏഷ്യയിൽ നിന്നുള്ളവരെയും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വരുന്നവരെ ലാറ്റിനോ എന്ന് പറഞ്ഞുമൊക്കെ വേർതിരിച്ചു നിർത്തുന്ന പല അടരുകളുള്ള വിവേചനം, വർണ്ണവിവേചനം ഇപ്പോഴും ഫലത്തിൽ അമേരിക്കയിൽ തുടരുകയാണ്. അതുകൊണ്ട് കാഷ്യസ് ക്ലേ മുഹമ്മദ് അലിയായി മാറി വർണ്ണവിവേചനത്തിനും മതത്തെ മുൻനിർത്തിയിട്ടുള്ള വിവേചനത്തിനും അടിച്ചമർത്തലിനും എതിരായിട്ടൊരു പോരാട്ടമായി സ്വന്തം ജീവിതം മാറ്റിയെങ്കിൽ ആ മുഹമ്മദ് അലിയുടെ പതാക അല്ലെങ്കിൽ ദീപന്തം ഏറ്റുവാങ്ങാൻ പുതിയ തലമുറയിൽ പലരും തയ്യാറാകേണ്ടതുണ്ട്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് മുന്നിട്ട് വെക്കുന്ന വംശീയ വിദ്വേഷപരമായ നിലപാട് അത് വലിയ തോതിൽ അമേരിക്കയിലെ ജനങ്ങളുടെ പിന്തുണ നേടുന്നുണ്ട് എന്നുള്ളത് നമ്മളെ അമ്പരപ്പിച്ച ഒരു കാര്യമാണ്. പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണ് അമേരിക്കൻ സമൂഹത്തിൽ ഇത്രയധികം പിന്തുണ നേടുന്നത് എന്ന് ചോദിച്ചപ്പോ പ്രപഞ്ച രഹസ്യങ്ങൾ, നിഗൂഢമായ രഹസ്യങ്ങൾ വരെ കണ്ടുപിടിച്ച് പറയുന്ന സ്റ്റീഫൻ ഹോക്കിങ് പറഞ്ഞത് എനിക്കൊട്ടും പിടികിട്ടാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ട്രംപിന് ഇത്രയധികം ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നത്. അപ്പൊ അമേരിക്കൻ സമൂഹത്തിൽ പല അടരികളിലായി ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന വംശീയ വിദ്വേഷപരമായ ചിന്തയുടെ ഒരു ആവിഷ്കാരമാണ് ട്രംപിനെ പോലുള്ളവർക്ക് അവിടെ കിട്ടുന്ന അംഗീകാരം. മുഹമ്മദ് അലിയുടെ നിര്യാണത്തിന്റെ ഈ വേളയിൽ ആ വേദനയ്ക്കൊപ്പം എന്തുകൊണ്ട് അമേരിക്കൻ സമൂഹം, മറ്റൊരർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ വർഗീയ ശക്തികൾക്ക് 30% വോട്ടേ കിട്ടിയുള്ളൂ എങ്കിലും ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സമൂഹത്തിലും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളിലേക്ക് തന്നെ വെളിച്ചം വായിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ സമൂഹത്തിലെയും നമ്മൾ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ട പ്രവണതകൾ ഏതാണ് എന്ന് മുഹമ്മദ് അലിയുടെ വേർപാടിന്റെ വേളയിൽ നമ്മൾ അന്വേഷിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. തീർച്ചയായും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നടത്തിയതിന് നന്ദി, വളരെ നന്ദി ശ്രീ എം എ ബേബി. അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ദേവദാസിലേക്ക് കൂടി പോവുകയാണ് ഒരിക്കൽ കൂടി. ദേവദാസ്, ഒരുപക്ഷെ ഇവിടെ പറഞ്ഞു പോകുന്നതിനിടയിൽ ശ്രീ എം എ ബേബി അദ്ദേഹത്തിന്റെ ബോക്സിംഗ് റിംഗിലെ ചില പോരാട്ടങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരുപക്ഷെ വീണ്ടും ആവർത്തിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന
ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകും. ഒരു കായിക പ്രേമി എന്ന നിലയിൽ കൂടി അത്തരത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്ന പോരാട്ടങ്ങൾ എങ്ങനെയാണ് ശ്രീ ദേവദാസ്? സൗമ്യ, ഓരോ പോരാട്ടവും ഓരോ ഗോൾഡൻ ലെറ്റേഴ്സ് ആണ് ഹെവി വെയിറ്റില്. അതെന്ന് പറഞ്ഞാൽ ക്ലാസിക് പോരാട്ടമുണ്ട്. നിങ്ങൾ TV-യിൽ അത് ഈ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അതിലുള്ള ഏറ്റവും ഫേമസ് സണ്ണി ലിസ്റ്റൺ 66, 71, 72 ഫോർമാൻ വേഴ്സസ് ഫോർമാൻ, മുഹമ്മദ് അലി വേഴ്സസ് ഫോർമാൻ, മുഹമ്മദ് അലി വേഴ്സസ് ഫ്രേസിയർ, ജോർജ് ഫ്രേസിയർ. അതെന്ന് പറഞ്ഞാൽ ഇനി ആരും ബീറ്റ് ചെയ്യില്ല. എന്നിട്ട് അവരോട് ആദ്യം തോറ്റ മുഹമ്മദ് അലി രണ്ടാമതാണ് തോൽപ്പിക്കുന്ന രംഗമാണ് ബേബി പറഞ്ഞത്. റംബിൾ ഇൻ ദ ജംഗിൾ എന്ന് പറയും സയറിലെ, അതാണ് ഫോർമാൻ എന്ന് പറഞ്ഞാൽ ട്രക്കിനോടുള്ള ഇടിയാണ് ഫോർമാന്റെ ഹെവി വെയിറ്റ് പഞ്ച് എന്ന് പറയും. ഫോർമാനാണ് 45-ാം വയസ്സിൽ ഓൾഡസ്റ്റ് ഹെവി വെയിറ്റ് ആയത്. പിന്നെ ആ റംബിളിന്റെ അടി തടഞ്ഞ് ഈ റോപ്പിന്റെ മുകളിൽ കിടന്ന് ചാഞ്ഞിട്ടെല്ലാം ഈ ഇടി എടുത്തെടുത്ത് അവരുടെ കൈയിന്റെ ശക്തി തളർത്തിയ ശേഷം ഇടിച്ചിട്ടാണ് റംബിൾ ഇൻ ദ ജംഗിൾ. അത് ഫോർമാനായിട്ട്. പിന്നെ ഫിലിപ്പീൻസിലാണ് രണ്ടാമത്തെ പറഞ്ഞ ത്രില്ല ഇൻ അറ്റ് മനില എന്ന് പറയും. അതിലാണ് ഇടിച്ചിട്ട് ലാസ്റ്റ് രണ്ടുപേരും ഫ്രേസിയറും മുഹമ്മദ് അലി ആംബുലൻസിലാണ് ആസ്പത്രിയിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ മരണം മുന്നിൽ കണ്ടു എന്നാണ് മുഹമ്മദ് അലി ആ വേർഡ് പറയുന്നുണ്ട്. ഞാനോ ജയിച്ച ഫ്രേസിയറോ ജയിച്ചെന്ന് എനിക്കറിയില്ല. ഞാനൊരു സോണിലായിരുന്നു, ഫ്രേസിയർ ഒരു സോണിലാണ്. ഫ്രേസിയറെ കണ്ണെല്ലാം വീർത്ത്, കണ്ണ് കാണുന്നില്ല, രണ്ട് കണ്ണും വീർത്ത്, കൺപോലെ വീർത്തിട്ട് ഇങ്ങനെ ആസ്പത്രിയിലേക്ക്. പിന്നെ ഓക്സിജൻ ഒരാഴ്ച ആസ്പത്രി കിടന്ന ആ ബാറ്റിലാണ്. അതാണ് ബാറ്റിൽ ഓഫ് സയറും ത്രില്ല അറ്റ് മനില, സണ്ണി ലിസ്റ്റൺ. പിന്നെ ബേബി പറഞ്ഞതാണ് ശരി. ഒരിക്കലും നടക്കാതെ പോയ ഒരു ബാറ്റിലാണ് തിയോഫിലോ സ്റ്റീവൻസൺ ഡോൺ കിങ്. 500 കോടിയാണ് തിയോഫിലോ സ്റ്റീവൻസൺ അമേച്ചറിന് പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട് കൊടുത്തത്. പക്ഷേ ക്യൂബൻ റവല്യൂഷൻ നടക്കുന്ന ടൈമും ക്യൂബൻ ഉപരോധം, അമേരിക്കൻ ഉപരോധം ഉള്ളതുകൊണ്ട് അതാണ് തിയോഫിലോ സ്റ്റീവൻസൺ പറഞ്ഞു, ഞാൻ ഒരിക്കലും ക്യൂബൻ ജനങ്ങളെ വഞ്ചിച്ചിട്ട് എനിക്ക് എങ്ങനെ കാസ്ട്രോന്റെ മുഖത്ത് നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വെറും സ്റ്റേറ്റ് പെൻഷനിൽ 60-ാം വയസ്സിൽ 2012-ൽ ലണ്ടൻ ഒളിമ്പിക്സിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയാണ് തിയോഫിലോ സ്റ്റീവൻസൺ മരണപ്പെട്ടത്. ക്യൂബയിലെ ഒരു ചെഗുവേര കാസ്ട്രോ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സ്പോർട്സിൽ, അതാണ് ഈ സ്പോർട്സിൽ തിയോഫിലോ സ്റ്റീവൻസന്റെയും മുഹമ്മദ് അലിന്റെ എല്ലാം വേറെ തന്നെ പറയുന്നത്. ഞങ്ങളൊരു മിയർ സ്പോർട്സ്മാൻ അല്ല ഇവരെ പിന്നെ റോപ്പേ ഡോക്ട്രിക്. മുഹമ്മദ് അലി എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റിൽ മാത്രമല്ല ചെയ്തത്, ബാറ്റിലിന്റെ കൂടെ ഈ സ്വന്തം നാടിനെതിരെയും ബാറ്റിൽ ചെയ്യേണ്ടി വന്നു റേഷ്യൽ ലൈൻസിൽ. എന്നിട്ട് 5 കൊല്ലം പീക്ക് ഹൗസിൽ നിന്ന മുഹമ്മദ് അലിയെ തടഞ്ഞു നിർത്തിയിട്ട് പോലും ആ ടാലന്റിനെ തടഞ്ഞു നിർത്താൻ അമേരിക്കക്ക് പോലും, അമേരിക്കൻ സുപ്രീം കോടതിന്റെ ഒരു വേർഡിക്റ്റ് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ജയിലിൽ പോകേണ്ടിയായിരുന്നു. മുഹമ്മദ് അലി ജയിലിലായിരുന്നു. ഒരു 2-6 മാസം ജയിലിൽ പോകേണ്ടി വന്നു ഇതില്. അല്ലെങ്കിൽ ഇതേപോലെ ഈ ട്രംപിനെ പോലെ തന്നെ അന്ന് ഈ വർണ്ണവെറിയന്മാരായ വൈറ്റ്സ് മുഹമ്മദ് അലിയെ തകർക്കാൻ നോക്കി ഭരണകൂടം ഇത്.